ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് നമ്മൾ വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേയിലേനെ കുറിച്ചാണ് മിക്ക വീഡിയോസും ചെയ്യുന്നത്. കണ്ടന്റ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് തേയിലയുടെ കണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒട്ടനവധി പേര് വന്നിട്ട് ഇങ്ങനെ ഡൗട്ട്സ് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ലൂസ് തേയിലയിൽ ചേട്ടാ, നമ്മൾ ഈ ലൂസ് തേയിലയിൽ ഏത് തേയിലയാണ് കൂടുതൽ മേടിക്കേണ്ടത്, ഏത് തേയിലയാണ് നല്ലത്, വിപണിയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയാണ് ഈ തേയില എന്ന് പറയുന്നത്, ഈ ലൂസ് തേയിലയിൽ നടക്കുന്നത്. അതായത് ഇപ്പോൾ സപ്ലൈക്ക് ആണെങ്കിലും ശരി, അല്ലാതെ തന്നെയായാലും ഈ തേയില ഒരുപാട് ബ്രാൻഡഡ് തേയിലകളും ഇഷ്ടം പോലെ ഉള്ളത് കാരണം ആളുകൾ നിലവിൽ ചോദിക്കുന്നുണ്ട് ഏത് തേയിലയാണ് നല്ല ക്വാളിറ്റി, നല്ല ഊറ്റുള്ളത് ഏതാണെന്ന്. അങ്ങനെയൊന്നുമില്ല. മിക്ക ബ്രാൻഡഡ് കമ്പനിക്കാരുടെ മിക്ക തേയിലകളും നല്ല ചായ തന്നെയാണ്, നല്ല അത്യാവശ്യം ടേസ്റ്റുള്ള നല്ല ഗുണമുള്ള ഒരു തേയില തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ മയൂരയുടെ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, സൂര്യലിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റി ഉള്ള ഒരു തേയില തന്നെയാണ്. അപ്പോൾ ഈ ഓരോ കമ്പനിക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഈ മയൂരക്കാരുടെ ക്വാളിറ്റി സൂര്യലിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് സൂര്യലിയാണ് മയൂരനേക്കാളും കുറവാണ്, ക്വാളിറ്റി കുറവാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. സൂര്യലിക്ക് സൂര്യലിയുടെ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്, മയൂരയ്ക്ക് മയൂരയുടേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഇനി അതല്ലാതെ വേറെ കണ്ണൻദേവന്റെ പ്രോഡക്റ്റ്, കണ്ണൻദേവന്റെ കല്ലാർ ഗോൾഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കല്ലാർ ഗോൾഡ് എന്ന് പറഞ്ഞാലും അതിന്റെ ഗ്രേഡ് അനുസരിച്ച് PD, RD, SRD ഇങ്ങനെ ഗ്രേഡ് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള തേയില തന്നെയാണ് ഈ കല്ലാർ ഗോൾഡ് എന്ന് പറയുന്നത്. കണ്ണൻദേവൻകാരുടെ തേയിലയാണ്. അത് ചോദിച്ച് വാങ്ങിക്കുന്നവരുണ്ട്. ഇപ്പം കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയും കല്ലാർ ഇപ്പം നമ്മുടെ കയ്യിലില്ല. അപ്പം അവരുടെ തന്നെ വാഗവര, ഗുണ്ടുമല എന്നൊക്കെ പറഞ്ഞാൽ ഈ കണ്ണൻദേവൻകാരുടെ തന്നെ തേയിലയാണ് ഈ വാഗവര, ഗുണ്ടുമല എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ അവര് ഐറ്റം മാറുമ്പോഴത്തേക്ക് അവരുടെ വിചാരം വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണൻദേവൻകാരുടെ തേയില തന്നെയാണെന്ന് പറഞ്ഞാലും അവർക്ക് ആ ഒരു ഐറ്റം, അതായത് കല്ലാറാണ് ഞാൻ സ്ഥിരം കൊടുത്തോണ്ടിരിക്കുന്നത്, കല്ലാറ് മതി, എനിക്ക് വാഗവര വേണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ വാഗവരയ്ക്ക് ആയിരിക്കും കുറച്ചും കൂടെ, അത് നിങ്ങൾ മനസ്സിലാക്കണം, വാഗവരയായിരിക്കും ചിലപ്പോൾ കല്ലാറിനേക്കാളും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു തേയില. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ക്വാളിറ്റി വാഗവരേനേക്കാളും കല്ലാറ് അത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇരിക്കും, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മാറിയിരിക്കും. അപ്പം ഇപ്പം ഇന്ന് ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇന്നലെ ഒരു പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ നേരിട്ട് ചോദിച്ചാണ് ഈ തേയില ലൂസ് തേയിലയിൽ ആക്ച്വലി ഏതാ നല്ലതെന്നുള്ളത്. സൂര്യലിയാണോ, മയൂരയാണോ, കല്ലാറാണെന്നൊക്കെ ഇങ്ങനെ ഓരോ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, തേയിലയിൽ പല ക്വാളിറ്റിയിലുള്ള തേയിലകളുണ്ട്. ലൂസ് തേയില നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. അതായത് നിങ്ങളിപ്പോൾ ഈ വർണ്ണ പാക്കറ്റുകളിലൊക്കെ മേടിച്ച് ഇങ്ങനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അതൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ അതാണ് ഏറ്റവും ലേബലുള്ളത്, അതാണ് ക്വാളിറ്റി ഉള്ളത്, ബ്രാൻഡഡ് തേയില അതാണെന്നുള്ളതാണ്. പക്ഷെ അല്ല, ഇതുപോലെയുള്ള ഹോൾസെയിൽ ലൂസ് തേയിലകളുണ്ട്. ഈ തേയിലയാണ് പലവരും പാക്കറ്റാക്കി മാറ്റി ഇങ്ങനെ സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടു നടക്കുന്നത്. അപ്പം നിങ്ങളോട് ഞാനിത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മയൂരയുടേതായിട്ടുള്ള ക്വാളിറ്റി, സൂര്യയുടേതായിട്ടുള്ള ക്വാളിറ്റി, അതായത് ടേസ്റ്റ്, ഇവർക്ക് എല്ലാവർക്കും പ്രത്യേക ഒരു ടേസ്റ്റുള്ള ചായകളാണ് ഇവരെല്ലാം. ഈ ബ്രാൻഡഡ് തേയില കമ്പനിയുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്. അല്ലാതെ കുറഞ്ഞ തേയിലകൾ നമുക്ക് വിപണിയിൽ ഇഷ്ടംപോലെ ലൂസ് തേയില തന്നെ കുറഞ്ഞതൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വില അപ്പോൾ അതനുസരിച്ച് നമുക്ക് വില കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാകും, വില കുറയും. അപ്പം നമ്മളൊരു മൂല്യമുള്ള ഒരു സാധനം നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും അതിന് ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം അതിനകത്ത് വിലയിൽ ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ടാവും, വില ഇച്ചിരി കൂടുതലൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള തേയില നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. ഇത് എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേയില ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്നോട് ചോദിക്കണതാണ് അപ്പം ആ തേയിലയല്ല ഈ തേയിലയാണല്ലേ നല്ലത്. നല്ല ഇതിന് വ്യത്യാസമാണ്, ഓരോ തേയിലയ്ക്കും ഓരോന്നിൻ്റെതായിട്ടുള്ള ഓരോ കമ്പനിക്കാരും അതിൻ്റെ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ആ വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.